ഹലോ, ഈ ഇരിക്കുന്ന മെഷീൻ എന്ത് തരം മെഷീനാണെന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ? ഇതാണ് 3D പ്രിൻ്റർ. 3D പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിനെയും അതേപോലെ പ്രിൻ്റ് ചെയ്ത് മേക്ക് ചെയ്ത് നമുക്ക് നൽകുന്ന മെഷീനാണത്. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് വസ്തുവാണ് നിർമ്മിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയിട്ട് ഈ 3D പ്രിൻ്ററിലുള്ള ചെറിയ മോണിറ്ററിലേക്ക് ഫീഡ് ചെയ്യുന്നു. എന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്ററിലുള്ള അതേ പിക്ചർ കറക്റ്റായിട്ട് ഈ മെഷീൻ 3D ആയിട്ട് പ്രിൻ്റ് ചെയ്ത് നമുക്ക് നൽകും. പ്രിൻ്റ് ചെയ്ത് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോണിറ്ററിലേക്ക് നിങ്ങൾ നോക്കുക. ഈ കാണുന്ന സാധനമാണിപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫ്ലവർ വേസിൻ്റെ ഡിസൈനാണ്. ഇപ്പോൾ മെഷീൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പറേഷൻ തുടങ്ങാൻ പോവുകയാണ്. എങ്ങനെയൊക്കെയാണ് ഈ ഉൽപ്പന്നം ഇത് മേക്ക് ചെയ്ത് നൽകുക എന്ന് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് 3D പ്രിൻ്ററിൻ്റെ ഹെഡായിട്ടുള്ള ഭാഗം. ഇതാണ് ഡിസൈൻ മേക്ക് ചെയ്യുന്നത്. ഇതിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് ആണ് ഈ കാണുന്ന ചരട്, പ്ലാസ്റ്റിക് ചരട് പോലെ കാണുന്ന ഇത് വലിയ വിലയുള്ള സാധനമാണ്. ഇത് മെഷീൻ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഈ പ്ലാസ്റ്റിക് നൂല് ഈ കേബിളിലൂടെ വന്ന് മെഷീനിലേക്ക് എത്തിയിട്ട് അതിനെ ടെമ്പറേച്ചറിലൂടെ ഉരുക്കി ഈ ഹെഡ് വസ്തുക്കൾ മേക്ക് ചെയ്ത് നൽകും. ഇതിൻ്റെ പ്രവർത്തനം ഇത് തുടങ്ങാൻ പോവുകയാണ്. കണ്ടുകൊള്ളുക. ഈ മിനി കമ്പ്യൂട്ടറിൽ കാണുന്ന ഡിസൈൻ ഇത് ഇപ്പോൾ നമുക്ക് ഇതേപോലെ അത് മേക്ക് ചെയ്ത് തരും. ഇതിൻ്റെ മെഷർ കറക്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. എന്ത് വലുപ്പത്തിലും എത്ര കനത്തിലും ഏതാകൃതിയിലും ആണെന്ന് കമ്പ്യൂട്ടർ കണക്കനുസരിച്ച് കൃത്യമായിട്ടത് മെഷീൻ നമുക്ക് തയ്യാറാക്കി തരും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നോക്കുക, ഇതിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കണ്ടുകൊണ്ടിരിക്കുക. ഓക്കേ, ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ പ്ലാസ്റ്റിക് നൂല് ഇതിൻ്റെ ബേസിലേക്ക് പേസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണ്. ഏതൊരു ഉൽപ്പന്നം ഉണ്ടാക്കും മുമ്പ് ആ വസ്തുവിന് ആ ബേസിൽ ഉറച്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ സ്ഥാപിക്കുക എന്നതുപോലെ ബേസ് ആദ്യം ഉണ്ടാക്കും. എന്നിട്ട് ആ ബേസിൻ്റെ മേൽ ആയിരിക്കും വസ്തുക്കൾ തയ്യാറാക്കുക. നോക്കുക, ആ ഫ്ലവർ വേസിൻ്റെ ബേസാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്.
ഇനി ഇത് കുറേശ്ശെ അതിൻ്റെ ഓരോ ലെയറും അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് അത് ഫില്ല് ചെയ്യലാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. നല്ല സമയമെടുത്താണിത് ഓരോ വസ്തുക്കളും നിർമ്മിച്ച് പൂർത്തീകരിക്കുന്നത്. വസ്തുവിൻ്റെ വലുപ്പവും ഡിസൈനും അനുസരിച്ചാണ് ഇതിൻ്റെ മേക്കിംഗ് ടൈം നിശ്ചയിക്കുന്നത്. അതിൻ്റെ ബേസ് എന്തായാലും കംപ്ലീറ്റായി, വളരെ വേഗം കംപ്ലീറ്റ് ബേസും പോയി. ആ ബേസ് അവിടെ ഉറച്ചങ്ങിരിക്കും. ഇനി ഇതിൻ്റെ മേലായിരിക്കും ബാക്കിയുള്ള ഭാഗം മേലേക്ക് ബിൽഡ് ചെയ്ത് വരിക. നോക്കി, ഓരോ ലെയർ അനുസരിച്ച് ഓരോ പോർഷൻസ് ഇങ്ങനെ കുറേശ്ശെ അത് ആ ബേസിൽ പേസ്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ. ഇതിൻ്റെ റോ മെറ്റീരിയൽ ഇതിൻ്റെ മേക്കിംഗ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഹെഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ. ഒരു പ്രത്യേക തരത്തിലുള്ള പ്ലാസ്റ്റിക് ആണിത്. ഇത് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കടുപ്പം ആയിരിക്കും. ഈ 3D പ്രിൻ്ററിൽ നേരത്തെ ചെയ്ത ഒരു ഗണപതിയുടെ രൂപമാണിത്. ഇത് നമുക്ക് വാഹനത്തിലും പൂജാമുറിയിലും അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് വെക്കുവാൻ സൗകര്യത്തിന് ഇങ്ങനെ മേക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ അടിവശത്ത് കാന്തം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ അകത്ത് ഡ്രൈവിങ്ങിൻ്റെ മുന്നിൽ നമുക്കിത് സ്ഥാപിക്കാൻ പറ്റും. ത്രീ ഡി പ്രിൻ്ററിലൂടെ ഉണ്ടാക്കിയ മറ്റൊരു ശില്പമാണിത്. ഇതൊരു പൂച്ചയുടെ രൂപമാണ്. ഇത് നിർമ്മിച്ചതിന് ശേഷം അതിന് പെയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇത് ഈ മോണിറ്ററിൽ കാണുന്ന ആ ഫ്ലവർ വേസ് അതേപോലെ തന്നെ ഇത് മേക്ക് ചെയ്ത് തരുന്നതാണ്. അതിൻ്റെ ബേസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്
ഈ 3D പ്രിൻ്റർ കൊണ്ടുണ്ടാക്കിയ വസ്തുവാണിത്. ഇത് ഫോൺ സ്റ്റാൻഡാണ്. ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു സ്റ്റാൻഡാണിത്. നോക്കുക, ഫോണോ അതുപോലുള്ള സൗകര്യപ്രദമായ വസ്തുക്കൾ നമുക്ക് സൗകര്യത്തിന് വെച്ച് ഉപയോഗിക്കാൻ ഇത്തരം സ്റ്റാൻഡ് സഹായമാണ്. ത്രീ ഡി പ്രിൻ്റർ നിർമ്മിച്ചെടുത്ത ഒരു മൊബൈൽ ഫോൺ സ്റ്റാൻഡാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ, ചരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ചരിവ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം അനുസരിച്ചുള്ള മേക്കിംഗ് ആണ് ഇതിന് ഉള്ളത്. ഇത്രയും ചരിച്ചു വച്ചിരിക്കുന്നു. ഇനി കുറച്ചും കൂടി ഇത് നുറുക്കണമെങ്കിൽ ഇങ്ങനെ നുറുക്കാൻ പറ്റുന്നതാണ്. ഉണ്ടോ? ഈ ഇരിക്കുന്ന ഗണപതിയെ ഈ മെഷീനിലൂടെ ഉണ്ടാക്കി എടുത്തതാണ്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന പൂച്ച, പിന്നെ ഇത് മറ്റൊരു സാധനം